ഹലോ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ കോളിഫ്ലവർ കൊണ്ട് ഒരു കോളിഫ്ലവർ ഫ്രൈ ആണ് ഉണ്ടാക്കുന്നത്. വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് തന്നെ വെച്ച് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കോളിഫ്ലവർ ഫ്രൈ ആണ്. കോളിഫ്ലവർ ഫ്രൈ ചെയ്യുമ്പോൾ എല്ലാവർക്കും പല പ്രശ്നങ്ങളും ഉണ്ടാകുമെന്ന് പറയുന്നുണ്ട്. അതിനുള്ള പരിഹാരവുമായിട്ടാണ് ഇന്നത്തെ വീഡിയോ. ഇതുണ്ടാക്കാൻ വേണ്ടി ഇതുപോലുള്ള ഒരു കോളിഫ്ലവറാണ് ഞാൻ എടുത്തത്. ഇത്രയും വലുപ്പമുള്ള ഒരു കോളിഫ്ലവർ. അത് ഇതോണം കട്ട് ചെയ്ത് ഒരു പാത്രത്തിലേക്ക് ഇടണം. അതിനുശേഷം അത് ചെറിയ ചെറിയ പെറ്റൽസ് ആക്കി അല്ലെങ്കിൽ ചെറിയ പീസാക്കി ഒന്നും കൂടി ഒന്ന് മുറിച്ചിടണം. ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്തിടുക. എന്നിട്ട് ഇത് നമുക്ക് ഒന്ന് കഴുകിയെടുക്കണം. അതിനു മുമ്പ് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് അതൊന്ന് ഏകദേശം ഒരു അരമണിക്കൂറെങ്കിലും ഒന്ന് മൂടി വെക്കണം. അതിൻ്റെ അണുക്കളൊക്കെ കീടങ്ങളൊക്കെ ഒന്ന് നശിച്ചു പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതുപോലെ നമ്മൾ കോളിഫ്ലവർ ഫ്രൈ ചെയ്തെടുത്താൽ നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ രൂപത്തിലുള്ള കോളിഫ്ലവർ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇതിനു വേണ്ടി ഞാനിപ്പോൾ ഇവിടെ സോസുകളൊന്നും ഉപയോഗിക്കുന്നില്ല. വേണമെങ്കിൽ സോസൊക്കെ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഇനി ഇത് നല്ലോണം ഒന്ന് കഴുകി വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് 2-3 വട്ടം കഴുകിയെടുക്കുക. അപ്പോഴേക്കും നമുക്ക് ഒരു പാത്രത്തിൽ വെള്ളം വെച്ച് അത് തിളയ്ക്കുമ്പോൾ ഇത് അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് 2 മിനിറ്റ് നേരം ഒന്ന് മൂടി വെച്ച് തിളപ്പിച്ച് ഊറ്റിയെടുക്കണം. അപ്പോഴേക്കും വെള്ളം അടുപ്പിൽ നിന്ന് തിളയ്ക്കുന്നുണ്ട്. ഇത് അതിലേക്കൊന്ന് ഊറ്റി അതിലേക്ക് ഇടുക. എന്നിട്ട് 2 മിനിറ്റ് നേരം ഒന്ന് തിളപ്പിച്ചെടുക്കുക. നല്ല ക്രിസ്പി ആയിട്ടുള്ള കോളിഫ്ലവർ ഫ്രൈ ആണ് ഇപ്പം ഞാൻ ഉണ്ടാക്കുന്നത്. എല്ലാവരും ഇതുപോലെ ഒന്ന് പരീക്ഷിച്ച് നോക്കുക. ഇതുവരെ കോളിഫ്ലവർ ഫ്രൈ ചെയ്തിട്ട് ശരിയാവാത്തവർക്കൊക്കെ ഇതുപോലെ ഉണ്ടാക്കൽ തീർച്ചയായിട്ടും റെഡിയായി കിട്ടും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതുപോലെ തന്നെ ട്രൈ ചെയ്താൽ ആർക്കും റെഡി ആവാതിരിക്കില്ല. എന്നിട്ട് ഈ വെള്ളം നമുക്കൊന്ന് ഊറ്റിക്കളയണം. എന്നിട്ട് ഒരു പാത്രത്തിലേക്ക് ഇതിന് വേണ്ട കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കുക. അതിന് വേണ്ടിയിട്ട് ഇവിടെ ഞാൻ ഇപ്പോൾ 2 ടീസ്പൂൺ മൈദപ്പൊടിയാണ് എടുത്തത്. ഇതിൽ ഞാൻ കോൺഫ്ലവർ ഒന്നും ഉപയോഗിക്കുന്നില്ല. അതിന് പകരം ഞാൻ ഉപയോഗിക്കുന്നത് മൈദപ്പൊടിയും പിന്നെ 2 ടീസ്പൂൺ വറുത്ത അരിപ്പൊടി. നമ്മൾ പത്തിരിക്കും നൂൽപൊട്ടിനും ഇടിയപ്പത്തിനൊക്കെ ഉപയോഗിക്കുന്ന അതേ പൊടിയാണ്. 2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. പിന്നെ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർക്കുക. പിന്നെ കുറച്ച് മുളക് പൊടി, 2 തരം മുളക് പൊടി ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. എരിവുള്ള മുളക് പൊടിയും 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും. നല്ല കളറിന് വേണ്ടിയിട്ടാണ് കാശ്മീരി മുളക് ഉപയോഗിക്കുന്നത്. ഇനി അതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. ഇതെല്ലാം കൂട്ടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനു മുമ്പ് അതിലേക്ക് ഒരു കോഴിമുട്ട കൂടി പൊട്ടിച്ച് വയ്ക്കണം. വെള്ളം ഒന്നായിട്ട് അങ്ങനെ ഒഴിച്ചു കൊടുക്കരുത്. കുറേശ്ശെ ഒഴിച്ചിട്ട് വേണം നമുക്കത് റെഡിയാക്കി എടുക്കാൻ. ഞാനിപ്പോഴാണ് ഉപ്പിടുന്നത്. നേരത്തെ പൊടികളൊക്കെ ചേർത്ത സമയത്ത് തന്നെ നമുക്ക് ഉപ്പിട്ട് കൊടുക്കേണ്ടതാണ്. ഇനി കുറേശ്ശെ വെള്ളം ഒഴിച്ച് നല്ലോണം ഒന്ന് നല്ല തിക്ക് തന്നെ ഒന്ന് നല്ല കട്ടി തന്നെ ഇതൊന്ന് ബാറ്റർ റെഡിയാക്കി എടുക്കണം. അല്ലെങ്കിൽ കോളിഫ്ലവർ ഇട്ട് കുറച്ച് നേരം നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. അപ്പം കോളിഫ്ലവറിനൊക്കെ വെള്ളം ഇറങ്ങിയിട്ട് നമ്മുടെ ബാറ്റർ നേർത്ത് പോകും. അതുകൊണ്ട് നല്ല തിക്ക് തന്നെ ആയിരിക്കണം. ഇപ്പോൾ
ഉണ്ടാക്കുന്ന ബാറ്റർ. ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച കോളിഫ്ലവറും ഇതിലിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഒരു അരമണിക്കൂറെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. മസാലകളൊക്കെ ഇതിൽ നല്ലോണം പൊതിഞ്ഞ് പിടിക്കണം. അല്ലെങ്കിൽ നമ്മൾ കോളിഫ്ലവർ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ മസാല വേറെയും കോളിഫ്ലവർ വേറെ ആയിട്ടൊന്ന് വേർതിരിഞ്ഞു പോകും. മസാലകളെല്ലാം നല്ലോണം ഇതിൽ പൊതിഞ്ഞ് ഓരോ കോളിഫ്ലവറിലും പൊതിഞ്ഞ് നിൽക്കണം. എന്നിട്ട് അതൊന്ന് മൂടി വെച്ച് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്താൽ നല്ലതാണ്. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിനടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുക. ഇനി വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഒന്ന് ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അങ്ങനെ അത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഇതുപോലുള്ള ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ചെടുക്കുക. അത്യാവശ്യം നല്ലോണം തന്നെ വെളിച്ചെണ്ണ ആവശ്യമുണ്ട്. കാരണം ഇത് നല്ലോണം മുങ്ങി നിൽക്കുന്ന രൂപത്തിൽ തന്നെ വെളിച്ചെണ്ണ വേണം. ഇല്ലെങ്കിൽ ഇത് വേർവിട്ട് പോകും. മസാല വേറെയും കോളിഫ്ലവർ വേറെയായിട്ട് അതാണ് ചിലർക്ക് റെഡി ആവാത്തത്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വെളിച്ചെണ്ണ നല്ലോണം ചൂടായതിന് ശേഷം മാത്രമാണ് നമ്മളിത് ഇതിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ പാടുള്ളൂ. അങ്ങനെ ഓരോ പൂക്കളായിട്ട് തന്നെ നമ്മളിത് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഒന്നായിട്ട് വാരി ഇട്ട് കൊടുക്കാൻ പാടില്ല. ഓരോന്നോരോന്നായിട്ട് തന്നെ ഇട്ട് കൊടുക്കുക. അതിൻ്റെ മുമ്പ് ഉപ്പുണ്ടോയെന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം. ഉപ്പ് എരിവൊക്കെ ഉണ്ടോയെന്ന് ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം, ഇല്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെ പാത്രം നിറയെ ഇട്ട് നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇതൊന്ന് തിരിച്ചിടണം. അത് പെട്ടെന്ന് തന്നെ ഇടാൻ പാടില്ല. ഒരു ഭാഗം ഫ്രൈ ആയതിനു ശേഷം മാത്രമാണ് നമ്മളിത് കയ്യിൽ സ്പൂണ് കൊണ്ടോ അല്ലെങ്കിൽ അരിപ്പ കൊണ്ടൊക്കെ തൊടാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ഇത് വേർവിട്ട് പോകും. അതുകൊണ്ടാണ് എല്ലാവർക്കും അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടാണ് മസാല വേറെ കോളിഫ്ലവർ വേറെ ആയിട്ട് വേർവിട്ട് പോകുന്നത്. ഇത് ഒരു ഭാഗം ഫ്രൈ ആയതിനു ശേഷം മാത്രമാണ് നമ്മളതിലേക്ക് ഇതിട്ട സ്പൂണോ കയ്യിലൊക്കെ ഉപയോഗിക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ അങ്ങനെ തന്നെ വെക്കണം, അനക്കാതെ വെക്കണം കുറച്ച് നേരം. അല്ലെങ്കിൽ ഇത് വേർവിട്ട് പോകും, മസാലകളൊക്കെ വേർവിട്ട് പോകും. അങ്ങനെ അത് ഫ്രൈ ആയിട്ടുണ്ട്, നല്ല ക്രിസ്പി ആയിട്ടുള്ള. അത് ക്രിസ്പി ആവാൻ വേണ്ടിയിട്ട് ഞാൻ ലാസ്റ്റ് വേറെ ഒരു സൂത്രം കൂടി ചെയ്യുന്നുണ്ട്. നല്ലോണം ക്രിസ്പി ആയിട്ടില്ല, ക്രിസ്പി ആയിട്ടുണ്ട് എന്നാലും നല്ല ക്രിസ്പി ആയിട്ടില്ല. ഇനി അടുത്ത ബാച്ചും ഇതുപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. നമ്മുടെ ചപ്പാത്തി, പൊറോട്ട, ഇനി ഫ്രൈഡ് റൈസ് ഇതിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു സൈഡ് ഡിഷാണ് ഈ ഗോബി 65 അല്ലെങ്കിൽ നമ്മുടെ കോളിഫ്ലവർ ഫ്രൈ, എന്ത് വേണമെങ്കിലും പറയാം. സെക്കൻഡ് ബാച്ചും കൂടി കോരി വാരിയെടുത്തതിന് ശേഷം നമുക്ക് ഇനി അത് ഒന്നും കൂടി ഒന്ന് അതേ വെളിച്ചെണ്ണയിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കണം. സ്റ്റൗ മീഡിയം തീയിലിട്ട് വേണം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാൻ. മൊത്തം ഇട്ട് ഒന്നും കൂടി ഒന്ന് ക്രിസ്പി ആക്കി എടുക്കുക. അങ്ങനെ 2 പ്രാവശ്യം ഡബിൾ ഫ്രൈ ചെയ്യുമ്പോഴാണ് നമ്മുടെ കോളിഫ്ലവർ നല്ല ക്രിസ്പിനെസ് വരിക. അതൊരു 2-3 മിനിറ്റ് നേരം നല്ലോണം ഇളക്കി തന്നെ ക്രിസ്പി ആക്കി എടുക്കാം. അതിലേക്ക് നമുക്ക് കുറച്ച് പച്ചമുളക് ചീന്തിയതും കുറച്ച് കരിവേപ്പിലയും എല്ലാം ഇട്ട് ഒന്നും കൂടി ഒന്ന് ഭംഗി കൂട്ടിയെടുക്കാം. ഇപ്പം നല്ല ക്രിസ്പിനെസ് ആയിട്ടുണ്ട് നമ്മുടെ കോളിഫ്ലവർ. ഇനി അതിലേക്ക് പച്ചമുളകും കരിവേപ്പിലയും എല്ലാം ഇട്ട് ഒന്ന്
ഇളക്കിയെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് വെളിച്ചെണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. അങ്ങനെ നമ്മുടെ അടിപൊളിയായിട്ടുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള കോളിഫ്ലവർ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഗോബി 65 എന്നും പറയും ഇതിന്. ഇതുപോലെ എല്ലാവരും ഇതുപോലെ തന്നെ കോളിഫ്ലവർ ഇനി ഫ്രൈ ചെയ്താൽ ആർക്കും ഇനി റെഡി ആവാതെ വരില്ല. എല്ലാവരും ഒന്ന് ഇതുപോലെ തന്നെ ഒന്ന് ഉണ്ടാക്കാൻ ശ്രമിക്കുക. ഇതിൽ കോൺഫ്ലവർ ഒന്നും കൂട്ടുന്നില്ല, വീട്ടിലുള്ള സാധനങ്ങൾ തന്നെ വെച്ചാണ് ഇതുണ്ടാക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് സോസും ഒക്കെ ഒഴിച്ചുണ്ടാക്കിയാലും കൂടുതൽ ടേസ്റ്റ് കൂടുകയുള്ളൂ. കുഴപ്പമൊന്നുമില്ല ചേർക്കുന്നതിന്. കോൺഫ്ലവർ ഒന്നും കൂട്ടേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് അരിപ്പൊടി മാത്രം കൂട്ടിയാൽ മതി, കുറച്ച് മൈദപ്പൊടിയും. അപ്പോൾ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെ വെച്ച് നമുക്ക് നല്ല ക്രിസ്പി ആയിട്ടുള്ള കോളിഫ്ലവർ റെഡിയാക്കിയെടുക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി അടുത്ത ഒരു വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരാം.